ആനയിച്ച് കാല് കൊണ്ട് കൊടുക്കുന്നത് വിചാരിക്കും കറക്കി കയറിയിരിക്കുന്നത്. എല്ലാവരും വന്ന് സാധനം എടുക്കുന്നത്. അപ്പം എന്തുകൊണ്ട് ഇവർക്കൊന്ന് എടുത്തു. രാവിലെയും പറഞ്ഞു, അന്ന് പോയപ്പോഴും പറഞ്ഞാണ്. അച്ഛൻ നോക്കണം, എന്നെ നോക്കണം, തള്ളേനെ നോക്കണം. ഞാൻ മൈൻഡ് ഇതായിട്ട് നമ്മൾ വലിയ ഇതായിട്ട് ഒന്നും കാണിക്കാനൊന്നും നിന്നില്ല. ഫ്രാഡായിട്ട് അയാളുടെ ഒരു വൈദികനാണ്. പൂജ പറയുമ്പോൾ നോട്ടം ഒക്കെ ഞാൻ പറഞ്ഞത് സംശയമാണ്, നോർമൽ അല്ലെന്ന് എനിക്ക് ഇന്ന് ബോധ്യമായിരുന്നു. ആവശ്യമില്ലാത്ത ഡയലോഗാണ്. ഓൾഡിമുണ്ട്, ഓനോട് ചേർത്തതുണ്ട്. മാർക്ക് തന്നെ ചിരി വരുന്നു. ഇല്ല മറ്റേ ബിനുവച്ചൻ തന്നെ ചിരി വരുന്നു. വെൽക്കം വെൽക്കം ഗൈസ്, വെൽക്കം. പുതിയ വീഡിയോയിലേക്കും വെൽക്കം വെൽക്കം. പുതിയ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിൽ മൾട്ടിപ്ലെയറൊക്കെ കളിക്കുന്നതായിരിക്കില്ല, നമുക്ക് ഒരു വേറെ ബസ്സൊക്കെ വെച്ച് കളിക്കുന്നതായിരിക്കും. വീട്ടിലായിട്ട് മൾട്ടിപ്ലെയറൊക്കെ കളിക്കുന്നതായിരിക്കും. മൾട്ടിപ്ലെയറിൻ്റെ എപ്പിസോഡൊക്കെ വരുന്നതായിരിക്കും ഗൈസ്. നമ്മൾ മൾട്ടിപ്ലെയർ ബസ്സിൻ്റെ കളിക്കുന്നതായിരിക്കും. അടുത്ത കേരള ബസ് മിലിറ്റർ വരുന്നതായിരിക്കും. കേരള ബസ് മിലിറ്റർ വരുന്നതായിരിക്കും. നമുക്ക് അടുത്ത വീഡിയോ ഒക്കെ ചെയ്യുന്ന പോലെ ഒരുപാട് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതേ ഈ ബസ് വെച്ചാണ് കളിച്ചത്. അതേ ഈ സെയിം ബസ് തന്നെ വെച്ച് നമ്മൾ കളിക്കുന്നത്. വെൽക്കം വെൽക്കം. എൻ്റെ കീഴിലെ രചിതാലെ എൻ്റെ കീഴിലെ വെൽക്കം വെൽക്കം എപ്പിസോഡ്. എപ്പിസോഡൊക്കെ ഇഷ്ടപ്പെട്ട അടുത്ത എപ്പിസോഡൊക്കെ ചെയ്യുന്നതായിരിക്കും. ഇഷ്ടപ്പെട്ട വീഡിയോസ് പറയുക, നമ്മൾ ചെയ്യുന്നതായിരിക്കും. മൾട്ടിപ്ലെയർ എപ്പിസോഡൊക്കെ വരുന്നതായിരിക്കും. അത് നമ്മളെ പഴയ ബസ് വെച്ച്. ആ വീഡിയോ നിങ്ങൾ കാണുക.
റൂട്ട്സ് പാലിക്കുക എന്നാണ് നമ്മൾ യൂസൊന്നും പാലിക്കത്തില്ല. റിയൽ ലൈഫിൽ യൂസൊക്കെ പാലിച്ച് പഠിക്കണം. വെൽക്കം യൂട്യൂബ് ചാനൽ. വെൽക്കം എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് നമ്മൾ ഒരുപാട് വീഡിയോ ഒക്കെ ചെയ്യുന്നു. ഒരുപാട് ടൂറിസ്റ്റ് കളിക്കുന്നതായിരിക്കും. ഒരുപാട് ടൂറിസ്റ്റ്സ് ഒക്കെ വരുന്നതായിരിക്കും വീഡിയോയിൽ. വെൽക്കം. വെൽക്കം.
ചെയ്യുന്നു. എനിക്ക് വേണ്ട അമ്മ തളർന്നിരിക്കുമെന്ന് വേണം കിടക്കി തരാം. പിന്നെ ഒരു ഇമ്മിടി എടുത്ത് ബാക്കി വെച്ചിട്ട് കയറ്റ്. ചീത്തയായി പോയി എന്ത് ചെയ്യും അമ്മ? ചോറാകെ ഇത്ര ഉള്ളൂ നമുക്ക്. ചോറൊക്കെ അപ്പൊ ഫ്രീസറിലിരിക്കുന്ന ആ ഒരു മീൻ എന്തോ ചെയ്യും? ഐസ്ക്രീം ഇരിക്കുകയാണ്, അതിന്റെ ഇടയ്ക്ക് മീന് പറ്റത്തില്ല അമ്മ. പൈസക്ക് എണ്ണയാ അമ്മ? എത്ര? അമ്മ പറഞ്ഞു അമ്മ മീനൊന്നും വാങ്ങിച്ചില്ലെങ്കിൽ അപ്പേനെ കൊടുക്കുമ്പോഴാണ് അപ്പ വാങ്ങിച്ചത്. അപ്പൊ ആരുടെയൊന്നും വാങ്ങിച്ചില്ല. അമ്മ പറഞ്ഞെന്ന് ഫ്രണ്ട് ഇരുന്ന് എല്ലാവരും വാങ്ങിച്ചല്ലേ, എന്റെ മാത്രം വാങ്ങിച്ചിട്ടില്ല. അങ്ങനെ അപ്പ വാങ്ങിച്ചു. ഞാൻ ചോദിച്ചു. വെൽക്കം വൈസ് വീഡിയോയിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ. വീഡിയോ ഒരുപാട് ഗെയിം വീഡിയോസൊക്കെ വരുന്നതായിരിക്കും. ഇതിന്റെ ഇടയിൽ ആ ചോറൊപ്പം കഴിച്ചു. വെള്ളം ചോറല്ല ഇപ്പൊ വേണ്ടത്. പാത്രം കയറ്റി കഴിഞ്ഞാൽ ഭയങ്കര പാട്. രണ്ട് സൈഡിലിരിക്കും. അതാണ് പറഞ്ഞ ചിക്കൻ കറി എടുത്ത് ആദ്യം കറിയേ. അപ്പൊ മറ്റേ തട്ടിയിടണ്ട. പുറത്ത് വെച്ചേക്കല്ലേ എന്നാ പിന്നെ കാസറോളിന്റെ അകത്തിട്ട് വെച്ചിരി. അത് നല്ലതല്ല. കാസറോളിന്റെ അകത്തിട്ട് വെച്ചു. അത് ഇത്തിരി ആ ഒരു ഇരിക്കുമല്ല.
വെൽക്കം ഗൈസ്, വെൽക്കം. ഓക്കെ ഗൈസ്, സ്കൂൾ ബസ് ഓടിക്കുന്ന ബ്ലോഗ് ഇട്ടാണ് ഓടിക്കുന്ന. വെൽക്കം വെൽക്കം. ഒരുപാട് ഗെയിം പ്ലേ നമ്മൾ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും, ഒരുപാട് വീഡിയോ ഒക്കെ ചെയ്യുന്നതായിരിക്കും, ഒരുപാട് വീഡിയോ ഒക്കെ നമ്മൾ ചെയ്യും. ഇഷ്ടപ്പെട്ട ഒരുപാട് വീഡിയോ ഇതൊക്കെ ചെയ്യുന്നതായിരിക്കും. പള്ളിയിലമ്മ വായനയ്ക്ക് പോകുമ്പോ ആരും എടുത്ത് ബൈബിള് പോലും പറ്റത്തില്ല. എന്തോ നന്നായി പള്ളിയിൽ അമ്മ ഞാനമ്മ വായിച്ചതല്ലേ, എനിക്ക് ഫോട്ടോ ഒന്ന് വായിച്ച് സംഭവം അവിടെ ബൈബിൾ ഇല്ല, വേറൊരു ബൈബിൾ എടുത്ത് വെച്ചേക്കും, വായിക്കേണ്ട ബൈബിളില്ല. പള്ളിയിൽ ഇങ്ങനെയാണോ ഒരു പൂജ തുടങ്ങുന്നത്? ഞങ്ങളുടെ പള്ളത്തപ്പള്ളിയെ കുറിച്ച് എന്ത് ഭേദം. എന്നിട്ട് വായന വരുമ്പോ പയ്യൻ അറിഞ്ഞൂല, പയ്യൻ ഏതൊരു വായന എടുത്ത് വെച്ചേക്കുന്നത് വേറെ ഏതൊരു വായന എടുത്ത് വെച്ചേക്കുന്നമ്മ ആരും അച്ഛൻ എനിക്ക് അറിഞ്ഞൂല. എന്നോട് പറയുന്നത് ചേച്ചി ഇതാണെന്നാണ് തോന്നുന്നത്. അങ്ങനെയാണ് അച്ഛൻ വന്നത്. അച്ഛൻ എന്തെങ്കിലും അച്ഛാപ്പറത്തിനെ തിരിച്ചറിഞ്ഞപ്പോ അച്ഛൻ വന്നാൽ നോക്കിയിട്ടൊക്കെ ചെയ്യുന്നത് വായിച്ചത്. അടുത്ത് മാതാപിതാക്കൾ ഇരിക്കേണ്ടതാണ്. എന്റെ ആദ്യമാണ് കൊച്ചുറ പള്ളിയിലാണ് എടുത്തത്. അങ്ങനെയാണ് എന്റെ ആദ്യം പോലും കിട്ടില്ല എനിക്ക്. കൊച്ചുറ പള്ളിയിൽ അങ്ങനെയാണ് എനിക്ക് ചെയ്തത്. അതാണ് ഞാൻ അതിശയം. കാരണം അമ്മ അവിടെ ഇരുന്ന് ദേഷ്യം നിന്ന് അപ്പേന്റെ അടുത്ത് എനിക്ക് ഭയങ്കര ദേഷ്യമായിരിക്കും. അപ്പേന്റെ അടുത്ത് ഒരു വീട്ടില് എല്ലാവരും കുറ്റം പറയുമ്പോ ആരെയാണ് പറയണമെന്ന് അറിയാമോ? അമ്മേനെ പറയത്തുള്ളൂ. കാരണം അവര് പറയും അമ്മ പറയുന്നില്ല, അമ്മ പറയുന്നില്ല. നമുക്കിപ്പോ ആവത്ത് പറയാനായിട്ട് ഒരു കാര്യം ഇന്ന് ഞാൻ എല്ലാരും അറിയിച്ചു. അപ്പൊ ആരെങ്കിലും വീട്ടിൽ പോകുമ്പോ എന്ത് ചെയ്യും? ഫോൺ വെച്ച് വർത്താനം പറഞ്ഞു ഇന്നമ്മ സത്യമായിട്ട് അത് ഒരു ഇതായി പോയമ്മ. അപ്പേനെ എത്ര തവണ വിളിച്ച് ഫോൺ എടുക്കാനായിട്ട് സ്വന്തം മകന്റെ അല്ലെങ്കിൽ അപ്പ അതൊന്ന് പറഞ്ഞിട്ട് പോണം, കളിക്കാൻ പോണം. റെസ്റ്റോറൻറ്റിൽ കയറുന്നാൽ റെസ്റ്റോറൻറ്റ് അവർക്ക് ഇവിടെ ഇന്ന് എന്നെ ആർട്സിലായിട്ട് കഴിച്ചുകൊണ്ടിരുന്നു. ആ ദോഷം വന്നോണ്ട് പിന്നെ ഞാൻ പറയുന്നു രാജു ഇതൊക്കെ ഇട്ട് നോക്കി 7 ദിവസത്തിനകം കൊടുക്കണം. ഇത് രാജു ഒന്ന് തുറന്ന് നോക്ക്. എന്നിട്ട് പോലും ചെയ്തില്ല. എന്നിട്ട് ഇന്ന് മൊത്തം ചീത്ത വിളിയായിരുന്നു.
എത്ര ഞാൻ നേരത്തെ പള്ളി വെച്ചിട്ട് ഞാൻ കാഴ്ച വെച്ചിട്ട് അമ്മ അതൊരു ഇത് തെറ്റാണമ്മ. നമ്മൾ ഒരു ഇത് അറേഞ്ച് ചെയ്തില്ല പറയുന്ന പോലെ. ചെയ്തില്ല. ആ റേച്ചിലാൻറ്റി ഉള്ളതുകൊണ്ട് ഇച്ചിരിയെങ്കിലും നടന്നു. റേച്ചിലാൻറ്റിക്ക് അറിയാൻ പാടില്ല ആരെയൊക്കെ വിളിക്കണമെന്നേ. അതെയാണ് ഞാൻ നേരത്തെ പള്ളി പോകാൻ കിടന്ന് നേരത്തെ ഒരുങ്ങിയത്. ഒരു കൃത്യം എനിക്ക് കഴിയുമെന്ന് എനിക്ക് ഞാൻ ഇത് തീർന്നപ്പോൾ വല്ലതും ഇറങ്ങി പൊയ്ക്കോളാമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പിന്നീട് പ്രാർത്ഥിച്ചിറങ്ങാമെന്ന് പറഞ്ഞിട്ട് ഒട്ടനെ പറഞ്ഞു പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. കർത്താവേ ഇത് ഭംഗിയായി നടത്തി തരണമേ. പ്രാർത്ഥിച്ചാലേ ദൈവം നന്നാക്കി തരുന്നുണ്ട്. കളിക്കുമ്പോ പറഞ്ഞാൽ ഇനി കുടിക്കൂല എടുക്കൂല. ഈ ചോറ് തിന്നിരുന്നെങ്കിൽ എനിക്ക് ആ ഫ്രിഡ്ജ് എടുത്ത് വെച്ചിട്ട് എനിക്ക് എന്തെങ്കിലും മറ്റുള്ളവരുടെ ഇത് നോക്കിയില്ല. ഇന്നലെ 12 മണിക്ക് ഇവിടെ വന്ന് വഴക്കുണ്ടാക്കി. 12 1 മണി വഴക്കുണ്ടാക്കി. ചോറ് കൊടുത്തില്ല. ഞാൻ എന്നിട്ട് ആ രാത്രി എനിക്ക് ഞാൻ പപ്പടം ഉണ്ടാക്കി കൊടുത്ത് എനിക്ക് രസമായിട്ട് തിന്നു. ഞാൻ പറഞ്ഞു ഇവിടെ അനില പറയുകയും ചെയ്ത് അപ്പം തിന്നാന്നൊരു ഇവിടെ അടി ഉണ്ടാക്കി. ക്രിസ്മസിലൊക്കെ ഒരു പരിപാടി നമ്മൾ പക്ഷെ അത് ശരിയാണ്. ഒന്നിലും ചാനൽ ഫസ്റ്റ് കഴിഞ്ഞിട്ട് ചെയ്യണമായിരുന്നു. കാരണം ക്രിസ്മസിന്റെ തിരക്ക് എല്ലാവരും എങ്ങനെയെന്ന് പറഞ്ഞിട്ട് ചെയ്യും. നമുക്കും ഒരു എടുപിടി എന്ന് പറഞ്ഞ് ചെയ്യാൻ പറ്റില്ല. ഒരു ഫംഗ്ഷൻ വരുമ്പോൾ അത് ആസ്വദിക്കാൻ പറ്റില്ല. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് അപ്പയുടെ സൈഡിൽ നോക്കുമ്പോൾ തന്നെ അപ്പയ്ക്ക് പരിപാടിക്ക് പോകണമെന്ന് വാശി. എന്നാൽ നമ്മുടെ ഗോഡ്മിന്റെ കാര്യത്തിന് വരാൻ സമയമില്ല. ഇപ്പൊ പരിപാടി കഴിഞ്ഞിട്ടായിരുന്നെങ്കിൽ എല്ലാവരുടെ സൗകര്യം നോക്കി ചെയ്യാമെന്ന് ഇരിക്കും പറയുന്നത്. ഇപ്പൊ അപ്പേനെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. ഡേറ്റ് കൊണ്ട് വെച്ച കാര്യം. ഈ ഡേറ്റ് പറഞ്ഞ ആരാണ് ഫിക്സ് ചെയ്തത്? അവരുടെ സൗകര്യം മാത്രം. നമ്മളെ മക്കൾ പോകേണ്ട കാര്യം നമ്മളാണ് തീരുമാനിക്കുന്നത്. അവരെന്നെ തോന്നുന്നത് ഇപ്പൊ എല്ലാരും വന്നാ കൊച്ചിലെല്ലാരും വന്നാ എന്തിനു വെറുതെ വാശിപ്പുറത്ത് നമ്മുടെ ഇഷ്ടത്തിന് നടത്തണവര്. ഇനിയെങ്കിലും എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും നമ്മുടെ ഇഷ്ടത്തിന് ഫംഗ്ഷൻ നമ്മളും പൈസ മുടക്കി തന്നെയല്ലേ ചെയ്യുന്നത്. അല്ലാണ്ട് ഹോസ്പിറ്റലല്ലേ ചെയ്യുന്നത്. ചുമ്മാ 2 ഇഷ്ടത്തിന് ചെയ്യുമ്പോ ഇതാണൊക്കെ നമ്മളാണ് ആകാൻ കിടന്നത്. ഇപ്പൊ എത്ര പേരുടെ ടിക്കറ്റിന്റെ പൈസ പോയെന്ന് അറിയാമോ? റിട്ടേൺ ടിക്കറ്റും എടുത്തു. ഇതൊക്കെ വെറുതെ കിട്ടണത്. ആരുടെ പൈസ എന്നാലും കഷ്ടപ്പെട്ടിട്ട് തന്നെയല്ല. അമ്മ എന്തോ ആരും അമ്മയ്ക്ക് സാരി ഉടുപ്പിച്ചെന്ന് ആര് നല്ല സൂപ്പർ ആയിട്ടുണ്ട് എല്ലാരും പറഞ്ഞു. നല്ല രീതി ഉടുപ്പിച്ചതായിരുന്നു. എവിടെ നിന്ന് ഞാൻ പള്ളി ഒരു അമ്മേനെ കണ്ടാണല്ലേ. ആർസായുടെ സാരി ആരും ഉടുപ്പിച്ച സൂപ്പർ. അതിനേക്കാളും ഭേദമായിട്ട് ഞാൻ ഉടുപ്പിച്ചു തരുമായിരുന്നു. അമ്മയുടെ സാരിക്ക് നല്ല പിടിച്ചിട്ടുണ്ട്. എന്റെ സാരി പട്ടാണ്. അമ്മ അത് അയൺ ചെയ്തിട്ടുകൊണ്ടാണ് അങ്ങനെ കിടക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പോയത്. അല്ലാണ്ട് അമ്മേനെ പോലത്തെ സാരി ആകുമ്പോൾ ഞാൻ ഉടുക്കാൻ പോകത്തില്ല. നമ്മുടെ സാരി ഇങ്ങനെ കറക്റ്റ് പ്ലീറ്റ് എടുത്തിട്ട് ഇവിടെ പിന്നു കുത്തിയാൽ മതി. സൂപ്പറായിട്ട് കിടക്കുമായിരുന്നു. ഇപ്പൊ സാരി ഉടുത്തപ്പോഴേക്കാം
മെനയും ഇല്ലായിരുന്നു. അപ്പൊ ആ ചേച്ചി ഇവിടെ വരുവായിരുന്നെങ്കിൽ ഞാൻ തന്നെ അമ്മയ്ക്ക് ഉടുപ്പിച്ചായിരുന്നു. എത്ര രൂപ സാരി ഉടുക്കുന്നതിന്? അവള് ഇത് പൈസ തിരിച്ചു തന്നു. ഞാൻ 1500 കൊടുത്തു. അവൾ 500 തിരിച്ചു തന്നു. 1000 ഉടുപ്പിച്ചത് അവൾ പിന്നെ കൊണ്ട് തിരിച്ചു തന്നു. അവളുടെ ഭർത്താവ് വഴക്കൊന്നുമില്ല. ഇതിനേക്കാളും നല്ലത് അമ്മ ചേച്ചിക്കാരൻ വെച്ചിട്ട് കൊടുക്കുന്നതായിരുന്നു. ചേച്ചി കൂടെ ഒത്തിരി വൃത്തിയോടായിരുന്നു അമ്മേനെക്കാളും. ഉള്ള പറയട്ടെ അമ്മ സാരി തനിയെ ഉടുക്കുന്നത് ഇതിനേക്കാളും ഭേദമായിരുന്നു. ഭയങ്കര വൃത്തിയാണ്. ആക്സിഡന്റ് ചെയ്ത സാരി ഇവിടെ ഒരു ഇത് അത് ഉടുക്കാനൊരു രീതിയുണ്ട്. സംഭവം ഇവിടത്തെ സാധനം ഇല്ലേ, അത് അകത്തോട്ട് വച്ചിട്ട് വേണം ഇവിടെ ഇങ്ങനെ ആക്കേണ്ടത്. ഞാൻ അന്ന് പറഞ്ഞു കൊടുത്ത് അത്രയ്ക്ക് ഒറ്റയ്ക്ക് അറിഞ്ഞൂടെ. ഇത് ആദ്യമേ ഇന്നലെ പോയി ചെയ്യണം. ഇന്നലെ പോയി ആദ്യം നോക്കണമായിരുന്നു ഓരോരുത്തരും. ഇപ്പൊ അവിടെ സിഫാൻ ചേച്ചി ഉണ്ട്. എന്ത് നമ്മുടെ മാത്രം ആവശ്യമാണോ ഓരോരുത്തരും ഒരുങ്ങി വരണമെന്ന്? നമ്മുടെ വീട്ടിലെ ഫംഗ്ഷൻ തന്നെയാണ്. അവർക്ക് അവരവരുടെ ഡ്രസ്സ് അവരവർ നോക്കണം. ആന്റിക്ക് ഞാൻ അന്ന് പോയി പറഞ്ഞു കൊടുത്തു, ആന്റി ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇങ്ങനെ ബാക്കിലോട്ട് വച്ചിട്ടാണ് ചെയ്യേണ്ടത്, എല്ലാം ഞാൻ കാണിച്ചു വരെ കൊടുത്തു. ആന്റിക്ക് അത് ഇതുവരെ പൊക്കിയിട്ടാണ് ഉടുക്കേണ്ടത്. പിന്നെ അത് ഇടുമ്പോഴത്തേക്കും ചെറിയൊരു ഹീലുള്ള ചെരുപ്പ് ഇടണം. ഞാൻ അത് പറയുകയും ചെയ്തു. കറക്റ്റ് ഇറുക്കി വെച്ച് ഉടുപ്പിച്ച് അന്ന് ഞാൻ സെറ്റാക്കി കാണിച്ചു കൊടുത്തേ. അന്ന് ബ്ലൗസ് വെച്ചതിൻ്റെ അന്ന് ആന്റി ഒന്നും പറഞ്ഞില്ലല്ല. അന്ന് എല്ലാവരും പറഞ്ഞു കൊള്ളാം ഇങ്ങനെയല്ല. സൂപ്പറായിട്ടൊന്ന് ഉടുപ്പിച്ചില്ല. സമയത്തിന് ആരുടെ കയ്യിൽ കൊണ്ട് കൊടുത്തിട്ട് അല്ലെങ്കിൽ പോട്ട് നേരത്തെ ഒതുക്കുന്നെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞത് ഞാനെങ്കിലും പോയി ഒരുക്കി കൊടുത്തത്. ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞല്ലേ അങ്ങ് വാ അങ്ങ് അവരൊരുക്കി തരുമെന്ന്. എനിക്ക് പൈസയും കൊടുത്തിട്ട് അമ്മ ഞാൻ ഓട്ടോയിലമ്മ പോയത്. നിങ്ങൾ വരുവായിരുന്നെങ്കിൽ എന്നെ 1 മണിക്ക് പോവാൻ എന്റെ അടുത്ത് ഞാൻ അറിഞ്ഞില്ല. അമ്മ പുറത്തുനിന്ന് വിളിക്കുന്നത് ഞാൻ അറിഞ്ഞില്ല. ഞാൻ എപ്പോഴും അറിയാം. ഞാൻ കുത്തുമ്പോ ആന്റി എൻ്റെ അടുത്ത് വിളിച്ചു ചോദിക്കുന്നു, നീ എവിടെ പോയി, നീ എവിടെ നിന്റെ സാരി കൊടുക്കാൻ പോയാ, അമ്മ ആരോ വിളിക്കണമെന്ന് പറഞ്ഞു. എന്നിട്ട് എന്ത് നീ പോയെന്ന് ഞാൻ പറഞ്ഞു. അമ്മ വിളിക്കുന്നവരെ ഞാൻ അറിഞ്ഞില്ല. ഞാൻ അറിഞ്ഞില്ല, ഞാൻ പോകൂലായിരുന്നു. അപ്പോഴാണ് പറയാൻ മര്യാദയ്ക്ക് പറഞ്ഞു രാജു ആ വീട്ടിലെ നമ്പർ ഞാൻ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് പോയി അപ്പ പറയാൻ പോയാ സമ്മതിക്കൂ? അടിയുണ്ടാക്കില്ല. അമ്മ ഒരാളെ മാത്രമേ കുറ്റപ്പെടുത്താൻ പാടില്ല. നമ്മുടെ അമ്മയ്ക്ക് ആരുടെയും ഇല്ലേ? ഈ അമ്മാമ്മേന്റെ വീട്ടിൽ ആരുടെയും ഇല്ലേ? അമ്മ ചോദിച്ചതിന് എല്ലാവരുടെയും ചോദിച്ചതിന് എല്ലാവരും മറ്റേ ഈ സീനിയർ അമ്മയുടെ കാണൂലേ? ചോദിച്ചതിനെ കിട്ടുമോ? നമ്മളെല്ലാം അപ്പയുടെ തന്നെ കൊണ്ട് വെക്കില്ല. അപ്പ തെറ്റ് ചെയ്തില്ല എന്നല്ല, നമ്മുടെ ഭാഗത്തുണ്ട്. നമ്മുടെ ഭാഗത്തോട് തെറ്റ് പറയേണ്ട സമയത്തിന് ഓരോ ചെയ്തത് നമ്മുടെ ഭാഗത്ത് തെറ്റ്. ആദ്യമേ അറേഞ്ച് ചെയ്തുകൂടായിരുന്നു. ആദ്യമേ ആ ചേച്ചി ഇല്ലെന്ന് നമുക്ക് അറിയാമല്ല. ആദ്യമേ ഷൈജ വരൂല. മറ്റേ ഷൈജയില്ലേ ഞാൻ അവള് വരൂലെന്ന് പറഞ്ഞു. അതാണ് ഞാൻ ഈ ഷൈജ വെച്ചില്ല. ഇത്രയും പൈസ ആവും. അപ്പൊ പിന്നെ അത് എല്ലാവർക്കും പൊട്ടത്തനോട് വിളിച്ചോ. അമ്മയുടെ 1000 രൂപ എന്തിനാണ് ചേച്ചി പറഞ്ഞത്? 1000 രൂപ സാരി ഉടുക്കുന്നതിന് അല്ല 1000 രൂപ. സാരി ഉടുക്കുന്നതിന് വെറും 500 രൂപ ഉള്ളൂ. സാരി